ഹായ് നമസ്കാരം. ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ സ്മൂത്തിയുടെ റീൽസ് ഇട്ടപ്പോഴത്തേക്കും കുറേ പേര് എന്നോട് ചോദിച്ചു അതിൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരുമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ ബ്ലൂബെറിയുടെ സ്മൂത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കൂടി എടുക്കാം, അപ്പോൾ നിങ്ങൾക്കും കൂടി അത് കാണാമല്ലോ. ഞാൻ കുറേ നാളെ ഫുഡ് വ്ളോഗ്സൊക്കെ ചെയ്തിട്ട് എൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്തവർക്കറിയാം. പണ്ടൊക്കെ ഞാൻ ഫുഡിൻ്റെ വീഡിയോസ് ഇടുമായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറേ നാളെ അത് ചെയ്തിട്ട് അപ്പം എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല. എന്നാലും ഒന്ന് ട്രൈ ചെയ്യാം, കണ്ടിട്ട് അഭിപ്രായം പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്മൂത്തി ഉണ്ടാക്കുന്ന എങ്ങനെയാണ് നോക്കിയാലോ. ബാ, സ്മൂത്തി ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം ഓട്സ് എടുത്തിട്ടുണ്ട്. അവിടെ കിട്ടുന്ന എക്കോളജിക്കൽ ഓട്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഫൈബർ ഉള്ളത്. പിന്നെ ഞാൻ പാലെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു ബനാന എടുത്തിട്ടുണ്ട്. ഇതിപ്പം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ ബനാന അല്ല, നാട്ടിലത്തെ ഏത്തപ്പഴമൊന്നും ഇവിടെ കിട്ടില്ല. ഇതിങ്ങനെ നാട്ടിലത്തെ ഏകദേശം ഒരു റോബസ്റ്റയുടെ പോലത്തെ ടേസ്റ്റുള്ള ബനാനയാണ്. ഇതാണ് ഇവിടുത്തെ ഏത്തപ്പഴം. അപ്പം നിങ്ങൾക്ക് അവിടെ നാട്ടിൽ ബനാന ഏതെങ്കിലും ബനാന എടുക്കാം. റോബസ്റ്റ് ആയിരിക്കും കുറച്ചും കൂടി നല്ലത് ഡയറ്റൊക്കെ നോക്കുന്നവർക്ക്. പിന്നെ ഞാൻ അവക്കാഡോ എടുത്തിട്ടുണ്ട്. നിർബന്ധമൊന്നുമില്ല, ഇവിടെ അവക്കാഡോ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ അവക്കാഡോ എടുത്തതേ ഉള്ളൂ. എടുക്കണം എന്നില്ല. പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഏതാ ഫ്രൂട്ട് ഉള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ ആപ്പിൾ വീട്ടിലുണ്ടെങ്കിൽ ആപ്പിൾ എടുക്കാം, അവക്കാഡോ ഉണ്ടെങ്കിൽ അവക്കാഡോ എടുക്കാം, എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഞാൻ ബ്ലൂബെറി ഷേക്ക് ആയതുകൊണ്ട് അല്ലെങ്കിൽ സ്മൂത്തി ആയതുകൊണ്ട് ഞാൻ കുറച്ച് ബ്ലൂബെറീസ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഫ്രഷ് ബ്ലൂബെറിയാണ്, ബ്ലൂബെറിയും ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഞാൻ മെയിനായിട്ട് എടുത്തിരിക്കുന്നത് പീനട്ട് ബട്ടറാണ്. അതും എക്കോളജിക്കൽ സ്വീഡിഷ് ആയിട്ടോടൊക്കെ വരുന്ന എക്ലോഗിസ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എക്കോളജിക്കൽ പീനട്ട് ബട്ടർ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് നല്ലതാണ് ഡയറ്റൊക്കെ എടുക്കുന്നവർക്ക് പീനട്ട് ബട്ടർ. ഇതിപ്പോൾ അധികം ഷുഗറൊന്നും ഇല്ലാത്ത പീനട്ട് ബട്ടറാണിത്. അത് എടുക്കാൻ നിങ്ങൾ നോക്കുക. പിന്നെ മധുരത്തിന് വേണ്ടി ഞാൻ ഭയങ്കര മധുരം പ്രേമിയാണ്, മധുരം ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അതുകൊണ്ട് ഡയറ്റ് എടുക്കുന്നതൊക്കെ ഭയങ്കര പാടാണ്. പക്ഷെ അത് ഞാൻ വേറെ വീഡിയോയിൽ ഇടാം, എൻ്റെ ഡയറ്റും എങ്ങനെയാണെന്ന്. ഞാൻ മധുരം അങ്ങനെ ഫുള്ളായിട്ട് അവോയ്ഡ് ചെയ്യാറില്ല, അങ്ങനെ എനിക്ക് പറ്റില്ല. ഞാൻ കുറച്ചൊക്കെ മധുരം കഴിക്കാറുണ്ട്. അതുകൊണ്ട് ഇതിന് സ്മൂത്തിക്ക് മധുരത്തിന് വേണ്ടി ഞാൻ 2 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് ഹണി ആഡ് ചെയ്യാറുണ്ട്, ഇന്നിപ്പോൾ ഞാൻ ഹണി ആഡ് ചെയ്യുന്നില്ല. ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഓട്സ് എടുക്കുകയാണ്. സാധാരണ ഞാനിങ്ങനെ അളവൊന്നും എടുക്കാറില്ല, ഞാൻ കുറച്ചും കൂടി തട്ടിയിടും. ഒരു ഏകദേശം അളവ് നമുക്കറിയാം. അപ്പം ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഓട്സ് എടുക്കുക. ബനാന, ഫുൾ ബനാന എടുക്കുക. ബനാന കട്ട് ചെയ്ത് ഇടാം കേട്ടോ. ഏറ്റവും രാവിലെ ഒന്നല്ല കേട്ടോ കുടിക്കുന്നത്, ഞാൻ ഇൻ്റർമീഡിയറ്റ് ഡയറ്റ് എടുക്കുന്നുണ്ട്. അതുകൊണ്ടൊരു ബ്രഞ്ച് പോലെയാണ് ഇത് കുടിക്കാറ്. അതിനെപ്പറ്റിയൊക്കെ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഏത് ഡയറ്റാണ് എടുക്കുന്നത്, എന്തൊക്കെയാണ് ഞാൻ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതൊക്കെ. അപ്പം അതിന് വേണ്ടിയുള്ള വീഡിയോ ഞാൻ വേറൊരു ദിവസം ഇടാം. കുറച്ച് മിൽക്ക് ഒഴിക്കുക. ബ്ലോബെറി ഞാൻ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. അവക്കാഡോ വേണം എന്നില്ല കേട്ടോ ഈ ഷേക്ക് അടിക്കുമ്പം അല്ലെങ്കിൽ സ്മൂത്തി അടിക്കുമ്പം. അവക്കാഡോ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാനൊരു ഹാഫ് അവക്കാഡോ ഇടാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. പീനട്ട് ബട്ടറാണ് എടുക്കുന്നത്. അതും ഒരു വലിയൊരു ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഡേറ്റ്സ് ഉണ്ട്, അതിൻ്റെ കുരു ഉള്ള ഡേറ്റ്സാണ്. അപ്പോൾ ഞാൻ കുരു കളഞ്ഞിട്ട് ഡേറ്റ്സും കൂടി ആഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്തു. ചിയ സീഡും ഇടും ഞാൻ. ചിലപ്പോൾ ഞാൻ മിക്സിയിൽ അടിക്കാൻ നേരത്തെ ചിയ സീഡ് ഇടും താഴെ. പക്ഷെ ഇപ്പം ഞാൻ അടിച്ച് കഴിഞ്ഞിട്ട് ചിയ സീഡ് ഇടാമെന്ന് വിചാരിച്ചു. അടിച്ചിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. നമ്മുടെ സ്മൂത്ത് റെഡിയാണ്. ഇനി ഞാൻ ഇതിനകത്ത് കുറച്ച് അലങ്കാര പണികളൊക്കെ ചെയ്യാൻ പോവാണ്. കുറച്ച് ചിയ സീഡ്, പംകിൻ സീഡ് ഒക്കെ ഇടാം. ഇളക്കി
ചിയ സീഡ് ഒന്ന് അലിയണം. അതുകൊണ്ടൊരു ഒന്ന് ഇളക്കിയിട്ട് ഒരു 10-15 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് കഴിക്കാവുന്ന. ഇപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഫുഡ് കേട്ടോ ഇന്നത്തെ. ഇത് മതി നമുക്ക് ഫുൾ ഡേ ഫില്ലായിട്ടിരിക്കാനായിട്ട്. ഈ ഒരു സ്മൂത്തി മതി. സൂപ്പർ. ഞാൻ മറ്റ് സ്മൂത്തി ഇടണം എന്നില്ല, വീഡിയോ കാണാൻ സെയിം തന്നെയാണ്. ബ്ലൂബെറി ഇല്ലെന്നേ ഉള്ളൂ. ഓട്സ്, ബനാന, പിന്നെ അന്ന് ഞാൻ ആപ്പിൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മിൽക്ക് എല്ലാം സെയിം തന്നെ. എന്നിട്ട് കുറച്ച് ലാസ്റ്റ് ചിയ സീഡ്, പംകിൻ സീഡ്, ഗ്രേപ്സ് ഇതെല്ലാം ആഡ് ചെയ്തിട്ടാണ് കഴിച്ചത്. എല്ലാ ദിവസമൊന്നും ഞാൻ ഇത് കഴിക്കാറില്ല കേട്ടോ. ഓഫീസിൽ പോകുന്ന ദിവസമൊന്നും ഞാൻ ഇത് ഉണ്ടാക്കി കഴിക്കാറില്ല. വീട്ടിൽ നിൽക്കുമ്പോഴാണ് ഇത് ഉണ്ടാക്കി കഴിക്കാറ്. നോക്കാറുണ്ട് മാക്സിമം പ്രോട്ടീൻ സ്മൂത്തി കഴിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങൾ ഉണ്ടാക്കി നോക്കാം. ഓക്കെ, ബൈ. ഹാവ് എ നൈസ് ഡേ.